എന്താ ഒരു ത്രില്ല്. സ്വന്തം നാടെടുത്തപ്പോ പോയി തുടങ്ങിയല്ലേ. ഇതുവഴി നടന്നാണ് എന്ന് ഞാൻ സ്കൂളിൽ പോയിരുന്നത്. ആഹാ, ഭൂമിയിലെ സ്വർഗം ഇവിടെയാണ്. Very old usage. வணக்கம் ஐயா. வணக்கம். செல்லையா, இந்த வண்டி அப்படி கொஞ்சம் ஓரமா போட்டுக்கண்ணே. வணக்கம். வாங்க, என்ன வாங்க. டாக்டர் சார் ரொம்ப நேரமா காக்க வச்சுட்டீங்க? நாங்க நினைச்சோம் வழி தவறி வேற எங்கேயாவது போயிருப்பீங்கன்னு. என்னங்க பெங்களூர்னா கிட்டே இருக்கு. எத்தனை காலம் ஆனாலும் பிறந்த வீட்டுக்கு வர்ற வழி மறந்துட ஆமா. முடியுமா? ஆமா, இன்னும் ஒர்க் நடந்துட்டே இருக்கு. அவ்வளவு ஒண்ணும் இல்ல, கொஞ்சம் வேலைதான் இருக்கு. சரி போ. என்ன என்ஜினியர் சார், என்ன morning, sir. இன்னும் ஒண்ணும் முடியல? பூரா வேலை இருந்தது. ம், ஆல்மோஸ்ட் கம்ப்ளீட்டட். ம். சின்ன ஆல்டரேஷன் இருக்கு லாண்ட் டிசைன். இந்த பாருங்க சார். இது எப்ப முடியும்? 2 நாள் சார். ஆமா, 2 நாள் சொல்லுவீங்க, நீங்க ஒரு வாரம் எடுத்துருங்க. ஆனா ஒரு மாசம் மட்டும் இழுத்துட்டு போக கூடாது. ஓகே? டெஃபினட்டா இல்ல சார். அதே கொஞ்சம் வைய. போறோம் போறோம்மா, போறோம். போறோம். ആഹാ, ബേഷ്, എക്സലന്റ് ഊർഗ. പിക്കിൾസ്. നല്ല സാപ്പാട് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ആഹാ, ഭേഷ്, ഉഗ്രൻ, കൊള്ളാം എന്നൊക്കെ പറഞ്ഞപ്പോഴേ തോന്നി എന്തോ പാരയുണ്ടെന്ന്. എവിടെ ചിക്കൻ? പൊട്ട മീൻ വറുത്തത് എവിടെ? എവിടെ? എന്റെ മോൾ അതൊന്നും ഇല്ലാതെ കഴിക്കില്ലെന്ന് അറിയില്ലേ സരസ്വതി? നമ്പർ ഒന്ന് ഇറക്കല്ലേ മാധവൻ നായരെ. ഉച്ചയ്ക്ക് പറഞ്ഞു വൈകുന്നേരം ആവട്ടേന്ന്, വൈകുന്നേരം പറഞ്ഞു രാത്രി ആവട്ടേന്ന്. എന്നിട്ട് ദാ ഇപ്പൊ നിരത്തിരിക്കണു തൈരോണ്ടുള്ള. ഇവിടെ ഇറച്ചി മീനൊന്നും ആരും ഉപയോഗിക്കാറില്ല. നല്ല തൊട്ട് കിട്ടൂല്ല. താഴ്ന്ന ജാതിക്കാർ ഇതൊക്കെ ഉപയോഗിക്കുക. എന്നാ എന്നെ താഴ്ന്ന ജാതി കൂട്ടിയാ മതി. പ്രത്യേകിച്ച് കൂട്ടണോ? സംസർക്കേ ഗുണേ. തമാശയല്ലേ? കഷ്ടപ്പെട്ട് തമാശ പറയുമ്പോ ചിരിക്കാതിരിക്കാ എങ്ങനെയാ? ഐ എം വെരി സീരിയസ്. എനിക്ക് ഭക്ഷണം വേണ്ട. ഭദ്രേ, മോളെ, ഭദ്രേ, നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇവിടെ നമ്മൾ മത്സ്യം വെച്ചാ അതിന്റെ നാറ്റം ചുറ്റും പരക്കും. എപ്പോഴാ അമ്മേ മത്സ്യത്തിന് നാറ്റം വെച്ചു തുടങ്ങിയത്? ഓരോ നാട്ടിൽ പോയാ അവിടുത്തെ രീതി അനുസരിച്ച് കഴിയണ്ടേ? എന്തിന് സഫർ ചെയ്യണം? ബാംഗ്ലൂരിൽ കഴിഞ്ഞാ പോരായിരുന്നോ? നിന്റെ അച്ഛന്റെ ആഗ്രഹമാണ് ഇനിയുള്ള കാലം ഇവിടെ കഴിയണമെന്ന്. അദ്ദേഹത്തിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ എതിരെ നിന്നിട്ടില്ല. അമ്മയ്ക്കും ഈ വീട് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. എന്റെ കയ്യും പിടിച്ച് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ കാലൂത്തിയ കൊന്നുകളയെന്ന് പറഞ്ഞവരാ ഏട്ടന്റെ ആൾക്കാര്. സുഖമില്ലാതെ കിടപ്പിലായ അച്ഛനെ കാണാൻ പോലും ഏട്ടനെ അവർ സമ്മതിച്ചില്ല. ആ ബഹളത്തില് കൈക്കുഞ്ഞായി നീ ഉറക്ക കരഞ്ഞപ്പോ മാധവേട്ടൻ അമ്മയെങ്കിലും നിന്നെ വന്ന് എടുക്കുമെന്ന് ഞാൻ ആശിച്ചു. വന്നില്ല. പിറ്റേന്ന് ട്രെയിനിലിരിക്കുമ്പോൾ മാധവേട്ടൻ അച്ഛൻ മരിച്ചത് പത്രത്തിൽ നിന്നാണ് വായിച്ചത്. ആ പാവ അന്ന് കുറേ കരഞ്ഞു. എല്ലാറ്റിനും കാരണക്കാരൻ ഞാൻ തന്നെയാ. എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ ഒക്കേറ്റിനും കാരണം. ഈ സെന്റിമെന്റ്സിലൊന്നും ഞാൻ വീടില്ല മോളെ. വാ, നീ വന്ന് വല്ലതും കഴിക്കേ. വേണ്ടാന്ന് പറഞ്ഞല്ലോ. ആ പാവം പുറത്തുപോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ചിക്കൻ. Really? അയ്യോ. வணக்கம் ஐயா. வணக்கம். வணக்கம் டாக்டர். മാധവൻസ് ക്ലിനിക്. അതിനിപ്പോ എന്താ കുഴപ്പം? വാ, വാ. ഇനി നിങ്ങൾ വിട്ടോ. ഊണ് കഴിക്കാൻ വരുമല്ലോ. വരണമല്ലോ. മോള് വരുന്നു. അച്ഛൻ്റെ കൂടെ വന്നോളാം.
முதல்ல யார் வந்தீங்க? ഞാനാ സാർ. அப்படியா? அப்ப நீ வா, நீங்க எல்லாம் உட்காருங்க. என்ன ഇരിക്കും. ചെറിയ പനിയേ ഉള്ളൂ. കരിപ്പട്ടിയും ചുക്കും ഇട്ട് കാപ്പി ഉണ്ടാക്കി കഴിക്കുക. 2 ദിവസത്തിനകം മാറും. കരിപ്പെട്ടി കാപ്പിയോ? തനിക്കറിയില്ലെങ്കിലേ തന്റെ അമ്മയ്ക്ക് അറിയാം. പറഞ്ഞാ മതി. സാർ പാരസെറ്റമോളോ ആംബസിലിനോ? പോടാ. டாக்டர் சார், ஒரே வலியா இருக்கு சார். நைட்டு பூரா தூங்கவே இல்லை சார். சார் இதாப்பா, காலையில ஒரு மாத்திரை, ராத்திரி ஒரு மாத்திரை சாப்பிடு. 3 நாள் சாப்பிடு, பார்க்கலாம். சரி சார். ஆமா, உங்க வீட்டுல துளசி செடி இருக்கா? இருக்கு. சரி, தினமும் ராத்திரி 1 ஸ்பூன் துளசி நீர் சாப்பிடுங்க. சரி சார். அம்புட்டி, உனக்கு எத்தனை பசங்க? 7 சார். சுபைதாவுக்கு 7 பசங்களா? இல்ல சார், சுபதாக்கு வந்து 4, அவ தங்கச்சி சைலபைக்கு வந்து 3 சார். ஹாட்டா பாவி, அந்த மருந்து திருப்பி கொடுத்துரு. அந்த வலி அப்படியே இருக்கட்டும், இல்லன்னா சேனமா மறுபடியும் பிரெக்னன்ட் ஆயிடும். போயிட்டு வா, போயிட்டு வாப்பா. அம்புடி, ஏப்பா இங்க வா, நீ இந்த மருந்து எடுத்துட்டு போ. தம்பிதுரை, தம்பிதுரை யாரது? நான் தான். நீயா தம்பிதுரை? ஆமா டாக்டர். என்ன உனக்கு காது கேட்கல? இல்ல சார், ஒரு முக்கியமான விஷயம் டிஸ்கஸ் பண்ணியிருந்தாரு. சரி, வா வா வா, உள்ள வா. உட்காரு. என்ன ப்ராப்ளம்? ஷுகர் കൂടുതലാ இருக்கு டாக்டர். அப்படியா? லாப் ரிப்போர்ட் இருந்தா கொடு. இல்ல டாக்டர், லாப் ரிப்போர்ட் இல்ல, சுகர் இருக்குன்னு எப்படி தெரியும்? எல்லாரும் ஷுகர் முத்துன்னு தான் கூப்பிடுவாங்க டாக்டர். என்னது? சுகர் முத்துவா? என்னய்யா பேரு? எப்போ என் மேல சந்தேகம். ம். பக்கத்து வீட்டுல நளின்னு ஒரு பெண்ணு இருக்கிறதுனால ஏன் வீட்டு முற்றத்து நிக்க கூடாதுன்னு சட்டம் போட்டுக்கிறேன். பொம்பளைங்க குளிக்கிறதுனால ஆற்றிங்கரையிலே போக கூடாதுன்னு சொல்றேன். டாக்டர், அண்ணன் தங்கச்சியை பாக்குறது இல்லையா? மகன் அம்மாவை பாக்குறது இல்லையா? அதுல என்ன டாக்டர் தப்பு? யோ, அம்மா தங்கச்சியை பாக்குறது யாராவது ஆத்துக்கிற போங்களா? சொல்லியா, சொல்லு. ഏയ് ഡോക്ടർ സാർ, 1 മണിക്കൂറായി കാത്തിരിക്കുന്നു. വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞാനിങ്ങ് പോവും. സോറി ഡാർലിംഗ്, 5 minutes. 5 minutes. 10ാമത്തെ മിനിറ്റിൽ ഞാൻ പോയിരിക്കും. ഓക്കെ. ആഹാ, എത്ര മനോഹരം. എപ്പോഴും പാടുന്ന പുഴ, കിളികളുടെ കിന്നാരം, ആകാശത്തിന്റെ നീലിമ. ഇത് ഇവിടെ അല്ലാതെ വേറെ എവിടെ ഉണ്ട്? എന്താ ബാംഗ്ലൂരിലെ ആകാശത്തിന് പച്ച നിറമായിരുന്നോ? ഞാനിവിടെ മുമ്പ് എത്തേണ്ടതായിരുന്നു. പിന്നെ എന്തിനാന്ന് അമ്മോട് പറഞ്ഞത്? ഞാൻ ചാവുമ്പോ എന്റെ ശവം ഇവിടെ കൊണ്ടുവരരുതെന്നും ഇവിടെ ഉള്ളവരെ ആരും അറിയിക്കരുതെന്നൊക്കെ. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട പാവ അമ്മയെ കബളിപ്പിക്കാനോ? എവിടെയായാലും വേരുകൾ കുടുത്തി വലിക്കും. സ്വന്തം മണ്ണിലേക്ക് തന്നെ വലിക്കും. പോന്നേ പറ്റൂ. ഈ പറഞ്ഞത് ഒരാൾക്ക് മാത്രമല്ല, എന്നെയും വേരുകൾ വലിക്കുന്നുണ്ട്. ഞാൻ ജനിച്ച മണ്ണിലേക്ക്. പാവം ലജ്മയും രവീന്ദ്രൊക്കെ എന്നെ കാത്ത് വിഷമിച്ചിരിക്കുകയായിരിക്കും. എത്ര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെന്നറിയോ? +2 പഠിക്കാൻ അടിച്ചു പൊളിച്ച് നടക്കേണ്ട സമയാ. അപ്പോഴവിടെയുള്ള വേരുകൾ വിളിക്കുന്നത്.